അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖൽ ഇൻസാന വഅല്ലമഹുൽ ബയാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സാഹിബിൽ ഹിക്മത്തി വൽ ഫുർഖാൻ. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മഹത്തായ ഫضل കൊണ്ട് അവൻ്റെ റഹ്മത്ത് നമുക്കേവർക്കും ചൊരിഞ്ഞു തരുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിനോടുള്ള ഹക്ക് യഥാവിധി നിറവേറ്റുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, അറബി അക്ഷര പഠനത്തിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് 8 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാമത്തെയും 10ാമത്തെയും അക്ഷരമാണ്. ഏതാണ് ആ അക്ഷരങ്ങൾ? നിങ്ങൾ സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ 2 അക്ഷരങ്ങൾ. ഒന്നാമത്തെ അക്ഷരം ദാൽ, ദാൽ. രണ്ടാമത്തെ അക്ഷരം ദാൽ, ദാൽ. ഒന്ന് ദാൽ, 2 ദാൽ. ഇൻഷാ അല്ലാഹ്. പുള്ളി ഇല്ലാത്ത ദാലിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ മുരട്ടിൽ അഥവാ ഊനിൻ്റെ അഗ്രഭാഗത്ത് പല്ലിനോട് ഏറ്റവും അടുത്ത സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ദാൽ എന്നുള്ള അക്ഷരം ഉച്ചരിക്കേണ്ടത്. പല്ലിൽ തട്ടരുത് എന്നാണ് ഗുരുക്കന്മാരിൽ നിന്ന് കേട്ട അറിവ്. കാറ്റ് വരാൻ പാടില്ല. ദാൽ ഉച്ചരിക്കുമ്പോൾ കാറ്റ് വരാൻ പാടില്ല. മഖ്റജിൽ ശക്തിയായി സ്ഥിതി ചെയ്യുന്നതിനാൽ ശബ്ദം നടക്കാനും പാടില്ല. ഉദാഹരണം, നമുക്ക് ഈ ദാൽ എന്നുള്ള അക്ഷരത്തിന് സുകൂൻ ചെയ്ത് പറഞ്ഞു നോക്കാം. ഉദ്, ഉദ്, ഉദ്. ഉദ് ശബ്ദം നടക്കരുത്, നീളരുത്. കാറ്റും വരാനും പാടില്ല. ഉദ് എന്ന് പറഞ്ഞിട്ട് കാറ്റും വരാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ ഹർക്കത്തുകളും കൊടുത്ത് ഒന്ന് ഉച്ചരിച്ച് നോക്കാം. ദ, ദി, ദു, ഉദ്, ദൻ, ദിൻ, ദുൻ. ദ, ദി, ദു. ദ, ദി, ദു, ഉദ്, ദൻ, ദിൻ, ദുൻ. ദ, ദി, ദു. ഇൻഷാ അല്ലാഹ്. ഇനി ദ എന്നുള്ളതിന് ഒരു ഉദാഹരണം. ഫദംദമ, ഫദംദമ. ദ എന്ന് പറയുമ്പോൾ കാറ്റ് നടക്കരുത്. ഫദംദമ. ഇനി ദി എന്നുള്ളതിനൊരു ഉദാഹരണം. ഫീ ദീനില്ലാഹി അഫ്വാജ, ഫീ ദീനില്ലാഹി അഫ്വാജ. ഇനി ദു എന്നുള്ളതിനൊരു ഉദാഹരണം. യദുഉൽ യതീം, യദുഉൽ യതീം. ഇനി ദാലിന് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുന്ന സമയത്തുള്ള ഒരു ഉദാഹരണം. യുംദിദ്കും, യുംദിദ്കും, യുംദിദ്കും. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത അക്ഷരം ദാൽ, ദാൽ, ദാൽ. അതിനെ സംബന്ധിച്ച് പറയാം. നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ അടിയിൽ വെച്ചുകൊണ്ടാണ് ദാൽ എന്നുള്ള അക്ഷരം ഉച്ചരിക്കേണ്ടത്. നാവിൻ്റെ തല അല്പം പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ. കാറ്റ് വരാൻ പാടില്ല. അതോടൊപ്പം തന്നെ ശബ്ദം നടക്കുന്നതാണ്. നമുക്കത് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ദാൽ എന്നുള്ള അക്ഷരത്തിന് സുക്കൂന് കൊടുത്ത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അദ്, അദ്, അദ്. അപ്പോൾ കാറ്റ് നടക്കുന്നില്ല, കാറ്റ് വരുന്നില്ല, പക്ഷേ ശബ്ദം നീളുന്നുണ്ട്. അദ്, അദ്. ഏതായാലും എല്ലാ ഹർക്കത്തുകളും കൊടുത്തിട്ട് നമുക്കൊന്ന് ഉച്ചരിച്ച് നോക്കാം. ദീദു അദ്, ദൻ, ദിൻ, ദുൻ. ദീദു. ഒന്നുകൂടി. ദീദു അദ്, ദൻ, ദിൻ, ദുൻ. ദീദു. ഇനി ദ എന്നുള്ളതിനൊരു ഉദാഹരണം. ഇദാ ജാഅ, ഇദാ ജാഅ. ഇനി അടുത്തത് ദി എന്നുള്ളതിന് ദിൽ ഔതാദ്, ദിൽ ഔതാദ്. ഇനി അടുത്തത് ദു എന്നുള്ളതിനൊരു ഉദാഹരണം.
ലാ യദൂഖൂന ലാ യദൂഖൂന യദൂ. അതോടൊപ്പം തന്നെ സുക്കൂനുള്ള ദാലിന് ഒരു ഉദാഹരണം കൊടുക്കാം. വഇദ് ഖുൽന വഇദ് ഖുൽന വഇദ് ഖുൽന. ഇൻഷാ അല്ലാഹ് ഇത്രയും ഭാഗങ്ങൾ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. ഏതായാലും ചില ആളുകളെ സംബന്ധിച്ചുള്ള ഒരു വിവരമുണ്ടായി എന്ന് പറഞ്ഞാൽ, ചെറുപ്പത്തിൽ പഠിക്കാൻ പ്രയാസപ്പെട്ട ചിലരെങ്കിലും നോട്ട് പുസ്തകമൊക്കെ വാങ്ങി എഴുതി വെക്കുന്ന രംഗങ്ങളൊക്കെ കേട്ടു. അൽഹംദുലില്ലാ, ഒരാളെങ്കിലും പഠിച്ചാൽ അതായല്ലോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. സാധാരണ മലയാളത്തിലുള്ള ദ, അതേപോലെ തന്നെ ധനം എന്നുള്ള ആ ധ ഒന്നുമല്ല. ദ ദ ദ ഉദ്. അറബി ഭാഷയ്ക്ക് വേറൊരു ഉച്ചാരണമാണല്ലോ. ഇൻഷാ അല്ലാഹ് അപ്പോൾ എല്ലാവരും പഠിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അക്ഷരങ്ങളൊക്കെ യഥാവിധി പഠിച്ച് പരിശുദ്ധ ഖുർആൻ വശ്യമായി പാരായണം ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.